നമ്മളുടെ സംസ്ഥാനത്ത് ഏകദേശം 50 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്. 1600 രൂപ വീതമാണ് സർക്കാർ നൽകുന്നതും. ഇപ്പോൾ 6 മാസത്തെ തുക കുടിശ്ശികയായിട്ടുള്ളതായിട്ടാണ്. അതായത് ഈ മെയ് മാസം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് 6 മാസത്തോളം അടുക്കുന്നത്. ഈ തുക എല്ലാ മാസങ്ങളിലും മുടക്കം കൂടാതെ ഇനി വിതരണം ചെയ്യുമെന്ന് നിലവിൽ സംസ്ഥാന ബഡ്ജറ്റിൽ ധനവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന 3 പ്രധാന അറിയിപ്പാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അറിയിപ്പ് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എത്തിക്കുകയും വേണം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. ഈ മുടങ്ങിയ പെൻഷനെല്ലാം വിതരണം ചെയ്യുന്നതിന് 4800 കോടിയോളം രൂപ ആവശ്യമായിട്ടുണ്ടാകും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്രയും തുക സർക്കാരിന് ഇപ്പോൾ കണ്ടെത്തുന്നതിന് വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസങ്ങളിലും അതാത് മാസങ്ങളിലെ ആനുകൂല്യം കൃത്യസമയത്ത് നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 2024 മെയ് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചതായിട്ടാണ് ധനവകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. അതിലൊരു പക്ഷേ നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ഒഴിവാക്കി ഈ 2024 മെയ് മാസത്തെ ആനുകൂല്യം മെയ് മാസം നൽകുന്നു, പിന്നീട് ജൂൺ മാസത്തെ ആനുകൂല്യം ജൂണിൽ നൽകുന്നു. ഇങ്ങനെ അതാത് മാസങ്ങളിലെ തുടരുന്ന ഒരു രീതിയിലേക്ക് പ്രവേശിക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെ വരുമ്പോൾ 5 മാസത്തെ കുടിശ്ശിക, ഏപ്രിൽ മാസം വരെ കണക്കിലാക്കുമ്പോൾ 5 മാസത്തെ കുടിശ്ശികയുണ്ട്. ഈ 5 മാസത്തെ കുടിശ്ശിക ഒരുപക്ഷെ മാറ്റി നിർത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിന് സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നിലവിലില്ല. അതുമാത്രമല്ല, പെൻഷൻ വിതരണ കമ്പനിയാണ് സംസ്ഥാനത്ത് ഈ പെൻഷന് വേണ്ടിയുള്ള സഹായങ്ങൾ കൃത്യസമയത്ത് വായ്പ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കുന്നതും അത് കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ നൽകുന്നതും. പക്ഷേ ഈയിടെ ട്രഷറിയിൽ കൃത്യമായിട്ട് പണത്തിന് ലഭ്യതക്കുറവുണ്ടായ സമയത്ത് പെൻഷൻ വിതരണ കമ്പനിയിലെ പെൻഷൻ നൽകേണ്ട തുക ട്രഷറിയിലേക്ക് മാറ്റുകയും ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് ട്രഷറിയിലേക്ക് വരുമാനം എത്തിയെങ്കിൽ മാത്രമേ നിലവിൽ പെൻഷൻ കമ്പനിയിൽ നിന്ന് കൊടുത്ത പണം പെൻഷൻ കമ്പനിയിലേക്ക് തിരികെ ലഭിക്കുകയുള്ളൂ. ഈ തുക വന്ന ശേഷം, അതായത് ഈ മെയ് മാസം തന്നെ തുക വിതരണം ഉണ്ടാകും. പക്ഷേ എത്ര മാസത്തെ എന്ന് നിലവിൽ പറയാൻ സാധിക്കില്ല എന്നാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സംസ്ഥാനത്തെ സേവനയിലെ പെൻഷൻ ഗുണഭോക്താക്കളുടെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പേര്, മേൽവിലാസം, ജനന തീയതി തുടങ്ങിയ കാര്യങ്ങളിലോ എന്തെങ്കിലും രേഖകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അത് സമർപ്പിക്കുന്നതിനും തിരുത്തുന്നതിനും വേണ്ടിയുള്ള അവസരമാണിത്. നമ്മളിത് തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖ, അതിൻ്റെ കോപ്പി കൃത്യമായിട്ട് പഞ്ചായത്തിൽ ഏൽപ്പിക്കുകയും വേണം. അതിനുവേണ്ടി ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് അവരുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ പരിശോധിക്കുക. ആധാറിലെ പോലെയാണോ പേര്, ആധാറിലെ പോലെയാണോ ജനന തീയതി, മേൽവിലാസവും ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുക. തിരുത്തലുകൾ ആവശ്യമുള്ളവർ മാത്രം ഇത്തരത്തിൽ പഞ്ചായത്തിൽ എത്തിച്ചേർന്ന് ഇത് തിരുത്തിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ എത്തിച്ചേർന്ന് ഇത് തിരുത്തിയാൽ മതി. അല്ലാത്തവരൊന്നും തിരുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. തിരുത്താത്തവർക്ക് ആനുകൂല്യം മുടങ്ങും എന്ന തരത്തിലൊക്കെ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് എന്ന് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുത്തലുകൾ ആവശ്യമുള്ളവർ ആ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ്, 2024 മെയ് മാസം മുതലൊക്കെ ആനുകൂല്യം അതാത് മാസങ്ങളിലെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ വാർഷിക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. 2024 ജൂൺ മാസത്തോടെ ഇതിൻ്റെയൊക്കെ ആരംഭം കുറിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ ഇതിൽ അന്തിമ തീരുമാനം ധനവകുപ്പ് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഗുണഭോക്താക്കൾ 2024 ഏപ്രിൽ മാസം പെൻഷൻ മസ്റ്ററിങ്ങിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതുവരെ തീയതി ആയിട്ടില്ല. തീയതി സർക്കാരിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് അറിയിക്കുന്നതനുസരിച്ച് വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യാം. ആ സമയത്ത് മാത്രം ആധാറിൻ്റെ കോപ്പിയുമായി എത്തിച്ചേർന്ന മസ്റ്ററിങ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഈ 3 പ്രധാന കാര്യങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് ലഭിക്കാൻ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.